നിങ്ങൾ ഈ പറഞ്ഞ അസറുണ്ടല്ലോ, നിങ്ങൾ ഈ ഉദ്ധരിച്ച സംഭവം അസർ എന്ന് പറഞ്ഞിട്ട് ഇതിലെന്താ ഉള്ളത്? ഇതിലുള്ളത് ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ ചെന്നു. കേട്ടോ മൂപ്പർ പറയണ കേട്ടോ? അള്ളാഹുവിന്റെ തിരുദൂതരെ, അല്ല അവർക്കൊന്നും അറിയണം എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇസ്തസ്ഖിലി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിനു വേണ്ടി അവിടുന്ന് മഴ ചോദിക്കണം. ഫഇന്നഹും ഖദ് ഹലകൂ, അവർ ഹലാക്കായിരിക്കുന്നു, മഴ ചോദിക്കണം എന്നതാണ്. ഞാൻ പറയുന്നു ഇതിൽ ഇസ്തിഗാസ ഇല്ല, ഇസ്തിഗാസ ഇല്ല എന്നതുകൊണ്ട് ഒരിക്കലും ഇമാമുകൾ ഇത് ഉദ്ധരിച്ചതു എന്നതുകൊണ്ടും ഒരിക്കലും അതിൽ അപകടകരമായ ഒന്നുമില്ല എന്നതുകൊണ്ട് ആ അസർ ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. എന്നാൽ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരാൾക്ക് ഖബറിലെടുക്കൽ പോയി എന്ന് പറയാമോ? അത് പറയാമെന്നും ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല. എന്തുകൊണ്ടെന്നാൽ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ റസൂലുള്ളാഹിയുടെ ഖബറിലെടുക്കൽ പോയതുകൊണ്ട് മഴ ചോദിച്ച സംഭവം വേറെ ഉദ്ധരിച്ചിട്ടില്ല. അപ്പൊ മൂപ്പർക്ക് ഒന്നു പോരാ, അതിന്റെ ഒരു വേറെ സംഭവം ഉണ്ടാണെന്നാണ്. ഇതിൽ ശിർക്കില്ല. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് ഒരാൾ ഇങ്ങനെ റസൂലേ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഴയെ തേടണേ എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ ശിർക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായി? ഈ അസറിൽ ശിർക്കില്ല. ഇതെവിടുന്ന കിട്ടിയത്? മറ്റോള് പറഞ്ഞു കൊടുത്തതാ. എന്ത്? മത്തിനിൽ ശിർക്കില്ല അല്ലേ? യാ ഇബാദല്ലാഹയുടെ മത്തിനിൽ ശിർക്കില്ല, ഇസ്തസ്ഖിലി ഉമ്മത്തിക്കയുടെ അസറിൽ ശിർക്കില്ല. എന്താ ഈ മത്തിന് അസർ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമ്മൾ അവിടെ വളരെ കൃത്യമായി ഇതിന്റെ അബദ്ധം എന്താണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾക്ക് മനസ്സിലായി അബദ്ധം. അവരാകെ മൂപ്പരെ തോണ്ടാനും അസ്വസ്ഥത പ്രകടിപ്പിക്കാനും മൂപ്പരെ വലിയ കുപ്പായം പിടിച്ച് വലിക്കാനും ഒക്കെ തുടങ്ങി. നമ്മൾ അതിന്റെ അബദ്ധം ഒപ്പമുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്താണ് ഈ അസർവാദത്തിലെ പൊട്ടത്തരമെന്ന്? അസർ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആ വാദം അസർ ശിർക്കല്ല എന്നാണല്ലോ, അല്ലേ? ആ വാദത്തിന്റെ പൊട്ടത്തരം ഞങ്ങൾ അവിടെ വ്യക്തമാക്കും. അതിനാ ഞങ്ങൾ ഇത് എഴുതിയത്. കാരണം വ്യക്തമാക്കും. അതിനാ ഞങ്ങൾ ഈ വാദം എഴുതിയത്. ഞങ്ങൾ ഈ വാദം എഴുതിയത്. കാരണം അസർ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അസർ എന്ന് പറഞ്ഞാൽ പൊട്ടിമുളച്ചുണ്ടായ ഒരു സാധനമല്ല, ഒരാള് ചെയ്ത സംഭവമാണ്. അയാള് ചെയ്തത് ഈ അസറിൽ ശിർക്കല്ല. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അയാൾ അന്ന് ചെയ്ത ശിർക്കല്ല എന്നാ? ഈ അസറിൽ ശിർക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാൾ അന്ന് ചെയ്ത ശിർക്കല്ല. അതന്നെ ഇപ്പൊ ക്ലിയർ ആയില്ലേ? അത് ശിർക്കാണ്. അത് ശിർക്കാണ്. നിങ്ങൾ ഇങ്ങൊന്നും എന്റെ കാര്യമില്ല. മൂപ്പരെ വാദം അതാണ്. നിങ്ങൾ മുജാഹിദായത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങൊന്ന് പറഞ്ഞു പോയത്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ലബ്ബാ മൗലവിയുടെ വാദം ഇത് എങ്ങനെ അല്ല, അവിടെ നിന്നുകൊണ്ട് ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന് വാദിക്കാമെന്ന ഒരു വാദം വാദിച്ചാൽ ശിർക്കല്ല. അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. വാദിച്ചാൽ ശിർക്കല്ല. കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഇസ്തസ്ഖിലി ഉമ്മത്തിക പോലെയുള്ള അത്തരത്തിലുള്ള അസറുകൾ അത് ശിർക്കാണെന്ന് പറയാൻ ഈ അസർ എന്ന് പറഞ്ഞാൽ അതെ അത് ഞങ്ങൾ അവിടുന്ന് തെളിയിക്കാം. ആയിക്കോട്ടെ. അപ്പൊ അതെ ആയിക്കോട്ടെ. പക്ഷേ എന്റെ വാദം എന്ന് പറയുന്ന ആ അസർ ശിർക്കല്ല. അതെ, അത്രേ മൗലവിന്റെ വാദമേ ഉള്ളൂ. മൗലവിയുടെ വാദം അസർ ശിർക്കല്ല എന്ന് മാത്രമാണ്. അത് മൗലവി വാദിക്കണത്. ആ വാദത്തിലൂടെ എന്ത് വരുന്നു എന്നുള്ളത് ഞങ്ങൾ അവിടുന്ന് തെളിയിച്ചു തരാം. ഈ ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന അസറിൽ ശിർക്കില്ല. അസർ എന്താ? ഒരാൾ പോയി റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം തേടിയതാണ്. അതിൽ ശിർക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് എന്താ? ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് മൂവാറ്റുപുഴ സംവാദം കഴിയുന്നത് വരെ ഞാൻ ഈ വിഷയം അറിയില്ല. ഇദ്ദേഹമായിട്ട് എനിക്ക് അങ്ങനെ ഒരു വ്യക്തിബന്ധമില്ല. സംവാദം കഴിഞ്ഞ അന്ന് നമ്മളുടെ പ്രവർത്തകന്മാര് പറഞ്ഞു ഇയാൾക്ക് കുറച്ച് ജിന്നിന്റെ അസുഖമുണ്ട്, നമുക്കൊന്ന് പോയി ചർച്ച ചെയ്യണം. ഞാൻ പോയി ചർച്ച ചെയ്തു. ഇപ്പൊ നമ്മള് സാധാരണ പറയല്ലോ പിടിച്ചതിനേക്കാൾ വലുതാ മാളത്തിൽ. മൂപ്പരെ വാദം ഇതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് 3 പുസ്തകം വായിക്കണം. 1 കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ്, 2 ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ്, 3 കൊട്ടപ്പുറം സംവാദം.
കൊട്ടപ്പുറം സംവാദത്തിനെ പറ്റിയുള്ള ബുക്ക്, ഈ 3 ബുക്കും നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്തിനാ ഞാൻ പറഞ്ഞത്? കൊട്ടപ്പുറം സംവാദത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു, പങ്കെടുത്ത ആളുകൾ ഉണ്ടാകും. അന്ന് AP അബ്ദുൽ ഖാദർ മൗലവി നടത്തിയ സംസാരം, ആ സംസാരം ഞാൻ നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ഇപ്പോ ചില ആളുകളൊക്കെ ഞങ്ങൾ വലിയ മുഖാമുഖത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ഭയങ്കര വാദപ്രതിവാദത്തിന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. തോളിന്റെ 2 ഭാഗത്തും ഓരോ ലാപ്ടോപ്പും അതിൽ മക്തബത്ത് ശാമിലയും ഉണ്ടായാൽ ആരുമായും വാദപ്രതിവാദം നടത്തിക്കളയാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. ആ ആളുകൾക്ക് പാഠമാണ് പൂർവികരായ മുജാഹിദ് കേരളത്തിന്റെ പണ്ഡിതന്മാർ. മക്തബത്ത് ശാമില ഇല്ലെന്ന്, ലാപ്ടോപ്പ് ഇല്ല എന്ന്, കമ്പ്യൂട്ടർ ഇല്ല എന്ന് അന്ന് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ പോയി നടത്തിയ വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിന്റെ ശബ്ദമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതാണ് വിഷയം. തവസ്സുലിലേക്ക് വരികയാണ്. അപ്പൊ കാന്തപുരം പറഞ്ഞു, ആ മൗലവി കള്ളം പറയാണ് എന്ന് പറഞ്ഞപ്പോ അതിന് AP മറുപടി പറയാണ്, കള്ളം പറയുക, താക്കീത് നൽകുക, പിൻവലിക്കുക, ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച മര്യാദയാണ്? വിവാദ വിഷയത്തിൽ 2 ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഗുരുതരമായ ഭവിഷ്യത്തുളവാക്കുമെന്ന് മനസ്സിലാക്കുന്നത് നന്ന്. മാനമായി ഞങ്ങളും നിങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംയോജിതമായി വാദങ്ങളും വിഷയങ്ങളും തെളിയിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. എന്നാൽ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വലിയവരാകാൻ ശ്രമിക്കുന്നത് ഞാനായാലും ആരായാലും നന്നായിരിക്കില്ല. അതാണ് ഇവിടെ കള്ളം പറയുന്നത്. എന്തിനാണ് ഞങ്ങൾ കള്ളം പറയുന്നത്? ഞങ്ങളുടെ വാദം ഞങ്ങൾ എത്ര തവണ ആവർത്തിച്ചു. ഞങ്ങൾ എഴുതിയ വാദം നിങ്ങൾക്ക് വായിച്ചു നോക്കിക്കൂടായിരുന്നു? നോട്ടീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടായിരുന്നു? നിങ്ങളുടെ കൺവീനർമാരിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ലേ? അള്ളാഹുവിനെ കടുപ്പിക്കുവാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാകുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ ആളുകൾ ആരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചില്ല? നിങ്ങൾ തവസ്സുലിനെ പറ്റി വാദം എഴുതിയപ്പോൾ നിങ്ങൾ അക്കൗണ്ടും ചാവുകൊണ്ടുമെന്നാണ് ഉദ്ദേശിച്ചതിലേക്ക് നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങളെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് പറയാം. ഇതിനെ പറ്റിയുള്ള ഞങ്ങളുടെ ഈ വിഷയത്തെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങളുടേതുണ്ട്, അത് നിങ്ങൾ പറയരുത്. ഞങ്ങൾ കള്ളം പറയുന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല. സത്യമായും ഞങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്, അള്ളാഹു കൊടുത്ത കഴിവ് അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. കൊടുത്ത കഴിവിന് അപ്പുറത്താണ് എന്ന് ഞങ്ങൾ. അതേ അവസരത്തിൽ എല്ലാ കഴിവും അവർക്കുണ്ട്, കഴിവറിയുമെന്ന് വരെ അപ്പുറത്തുനിന്ന് പ്രസംഗിക്കേണ്ടായി. അള്ളാഹു കൊടുത്തതിന്റെ മക്കത്തുള്ള മുസ്ലിംകൾക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ വാദം അള്ളാഹുവിനെ കടുപ്പിക്കുവാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ പ്രസംഗിക്കാറുണ്ടല്ലോ. രാജാവിന്റെയും മന്ത്രിയുടെയും അടുത്തുപോയി കാര്യം നേടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആളെ കാണില്ലേ? അതുപോലെ പ്രത്യേകിച്ചുണ്ട്. ആ പറഞ്ഞേക്കൽ ശരിക്കാണ്, അങ്ങനെ അവർക്ക് കഴിയില്ല, അതിന് സാധ്യമല്ല എന്നാണ്. ഇത് തവസ്സുലിനെ കൂടിപ്പോയത് ഒരു പ്രശ്നമാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാറുണ്ട്. നിങ്ങൾ വാദമെഴുതുമ്പോൾ ശ്രദ്ധിക്കാതെ ഇപ്പോൾ ബേജാറായി കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോടാണോ പ്രാർത്ഥന നടത്തുക? അപ്പൊ ഇവര് പറയുന്ന വാദിതാണ്, മഹാന്മാരെ ഞങ്ങൾ വിളിക്കുന്ന എന്തിനാണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. AP-യുടെ ചോദ്യം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആരോടാ നിങ്ങൾ തേടുന്നത്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹിനോട് തന്നെ തേടുന്നത് അല്ല. നിങ്ങൾ തേടുന്നത് ആരോട്? മഹാന്മാരോട്. അതാണ് ഇടിയാളന്മാരാക്കി പ്രാർത്ഥിക്കൽ, അത് ശിർക്കാണ് എന്ന് AP തെളിയിക്കുകയാണ് അവിടെ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോടാണോ പ്രാർത്ഥിക്കുക? അതിന് ഇടയാളന്മാരില്ലല്ലോ. ഇടയാളന്മാരെ ആക്കി അടുപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താക്കും? വക്കീലന്മാരുടെ അടുത്ത്, ജഡ്ജിയുടെ അടുത്തും രാജാക്കന്മാരുടെ അടുത്തും മന്ത്രിമാരുടെ അടുത്തും നേരിട്ട് പോയി കാര്യം നേടാൻ കഴിയാത്ത നമ്മൾ അതിന് അവരുമായി പരിചയമുള്ള ബന്ധമുള്ള അവർ ബഹുമാനിക്കുന്ന ആളുകളെ പറഞ്ഞയച്ച് കാര്യം നേടി വരാറില്ലേ? അതാണ് ഈ അടുപ്പിക്കൽ. ഈ നിലയ്ക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് അവരിൽ നിന്ന് കാര്യം നേടിക്കൊടുക്കാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെടലാണ്. മറ്റതില് ഇടയാളന്മാരെവിടെ? അള്ളാഹുവിനോടല്ലേ പ്രാർത്ഥന? അവിടെ എവിടെ അടുപ്പ്
പ്രാർത്ഥന നടത്തുന്നത് ശിർക്കായി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് അവിടെ പ്രാർത്ഥിച്ചാൽ എവിടെയാണ് ഇടയാളന്മാർ അള്ളാഹുവിനെ പഠിപ്പിക്കുക? പടച്ച തമ്പുരാന്റെ ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ ആളുകളോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനോട് ശുപാർശ ചെയ്ത് കാര്യം നേടിത്തരാൻ വേണ്ടി. അതാണ് ഞങ്ങളുടെ വാദം. ആ വാദം ഞങ്ങൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞതായി നിങ്ങൾ സമ്മതിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ വാദം ഹക്ക് കൊണ്ട് തേടുക എന്നുള്ളതല്ല, ഇവരോട് തേടുക, ഇവരോട് പ്രാർത്ഥിക്കുക, ഇവർ അല്ലാഹുവിങ്കൽ പോയി കാര്യങ്ങൾ നേടി വരട്ടെ എന്നാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ നിന്ന് കാര്യം നേടിക്കൊടുക്കാൻ വേണ്ടി. മറ്റേത് നേരത്തെ പറഞ്ഞ പോലെ സംബന്ധിച്ച് പറയാനൊന്നുമില്ലാത്തതുകൊണ്ട് ഏതായാലും ഇത്തിഹാസിൽക്കല്ല ഒന്നുകൂടി കാന്തപുരത്തിന്റെ ചോദ്യമാണ്. എന്താണ് ഈ തവസ്സുലിനെ പറ്റി AP ഇത് വിശദീകരിച്ചപ്പോ, കൃത്യമായി ഇത് പറഞ്ഞപ്പോ ആ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള തെളിവ് ഉന്നയിച്ചുകൊണ്ടാണ് AP കാന്തപുരം ചോദിക്കുന്നത്. എന്നാൽ മരിച്ചുപോയ ആളാണല്ലോ അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് ഉമ്മത്തിക്ക യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലെ വെള്ളമില്ലാതെ ജനങ്ങൾ വിഷമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളം തരണം എന്ന് പറഞ്ഞ ആ വെള്ളത്തിന് മാർഗമുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് നബിയെ ഞങ്ങൾക്ക് വെള്ളത്തിന് മാർഗമുണ്ടാക്കി തരണം എന്ന് അവിടത്തോട് പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇപ്പോൾ വഴിക്ക് വന്നു, ഇപ്പോൾ രണ്ടുപേരും വഴിക്ക് വന്നു. ആരോടാണ് പ്രാർത്ഥന? ഉമ്മത്തിക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചു എന്നേ പറയുന്നത്. ഇങ്ങനെ വരാനാണ്, ഇത് വഴിക്ക് വരുവാനാണ്, ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെയാണ് ഞങ്ങളത് എടുക്കുന്നത്. ആരോടാ പ്രാർത്ഥന? അല്ലാഹുവേ, മുഹമ്മദ് നബിയെ കൊണ്ട് അങ്ങ് മഴയ്ക്ക് വേണ്ടി കേരളം അള്ളാഹുവിനോട് അള്ളാഹിനെ പറഞ്ഞേക്കല്ലേ, അള്ളാഹുവിന്റെ ശുപാർശക്കാരനാക്കിയാക്കുന്നത്. ഇതാണ് ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ഒന്നും തവസ്സുല് ഉമ്മത്തിക്ക എന്നൊരു തവസ്സുലിന്റെ ഉദാഹരണമായിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. വളരെ നന്ദി. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞില്ല, നമുക്കൊന്നായിട്ട് പോകാം. കോടതി പിരിഞ്ഞാണ് കാര്യം തിരിയാന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് 2 ദിവസം ഇസ്തിഹാസ ചർച്ച ചെയ്തിട്ട് ഇസ്തിഹാസന്റെ കാര്യം കഴിഞ്ഞ് തവസ്സുലിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസ്തിഹാസിനെ ഉമ്മത്തിക്കാതെ അതിരുദ്ധരിക്കുന്നു എന്നീ 2 ദിവസം പറഞ്ഞില്ല. അത് തവസ്സുലും ഇസ്തിഹാസയും അല്ല എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കാര്യത്തിന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ മുസ്ലിയാക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തന്നെ തവസ്സുല് അന്യോന്യം യുക്തിവാദായ നിലക്കാണ്. ചിലതിനെ പറ്റി തവസ്സുലിനെ പറ്റി ഇസ്തിഹാസ എന്നും ഇസ്തിഹാസിനെ പറ്റി തവസ്സുല് എന്നും ആളുകളെ അവരുടെ പാരമ്പര്യത്തിലും അവരുടെ അന്ധവിശ്വാസങ്ങളിലും പഴച്ചിടണമെന്നല്ലാതെ എന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടൊന്നുമല്ല. ഇപ്പൊ ഇസ്തിഹാസിനെ ഉമ്മത്തിക്ക എന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞ തവസ്സുല്. നിങ്ങൾ ഈ തവസ്സുലായി അനുഭവിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, ഇസ്തിഹാസിനെ പറ്റി ചോദിച്ചതാണ്. എന്താണ് ഇസ്തിഹാസവിടെ ഈ തവസ്സുലിന്റെ തെളിവ് പറഞ്ഞ് കുടുങ്ങിയപ്പോ മുസ്ലിയാര് പറഞ്ഞു ഞങ്ങളത് ഇസ്തിഹാസക്കാണ്. അപ്പൊ മൗലവിന്റെ ചോദ്യം, നേരത്തെ ഇസ്തിഹാസ നടത്തിയപ്പോ പറയാത്ത തെളിവ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് പറയുന്നത് എന്തിനാ? പൂച്ചക്ക് എന്താ പൊന്നു നോക്കുന്നിടത്ത്? ഇത് ചോദിച്ച് ഇത് ശിർക്കാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചവരാ മുജാഹിദികൾ. ഇത് ശിർക്കാണെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്തവരാ മുജാഹിദികൾ. ആ മുജാഹിദികളുടെ മുമ്പിലാണ് നാരിയ സലാത്ത് ശിർക്കല്ല, അതേപോലെ തന്നെ ഈ ഇസ്തിസ്ഖലി ഉമ്മത്തിക്ക ശിർക്കല്ല എന്ന വാദമൊക്കെയായി ചില ആളുകൾ കടന്നു വരുന്നത്. എന്താ ഇത് പറയാനുള്ള ധൈര്യം? ലബ്ബക്ക് ഇത് പറയാനുള്ള ധൈര്യം എന്താ? അത് സക്കരിയ മുമ്പ് നടത്തിയൊരു പ്രസംഗമാണ്. ഞാനത് ഓരോന്നോരോന്നായി നിങ്ങളെ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഒരാൾ യായ്ബാദുള്ളയുടെ അടിസ്ഥാനത്തിൽ യായ്ബാദുള്ളയുടെ വിഷയത്തിൽ പറയുന്ന അഭിപ്രായവും മറ്റേയാള് ഈ ഇസ്തിസ്ഖലി ഉമ്മത്തിക്കയുടെ വിഷയത്തിൽ പറയുന്ന അഭിപ്രായവും ഒന്നിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന്. ആ ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ ആരെങ്കിലും
നിങ്ങൾ പറഞ്ഞ് വെറുതെ ഞങ്ങൾ ഉദ്ധരിച്ചു എന്നാണ്. ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഈ സംഭവം ഇത് ശിർക്കാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ശിർക്കാണെന്ന് എഴുതി വെക്കേണ്ടതല്ലേ? അവർക്കെന്നാ തല വട്ട? വെറുതെ ഈ സംഭവം എടുത്ത് എഴുതാൻ ശിർക്കായ, ഇത്രയും ക്രൂരമായ ശിർക്കായ ഒരു സംഭവം കിതാബുകളിൽ ഉദ്ധരിക്കുക എന്നത് അവർക്ക് എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുക? അപ്പൊ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് ശിർക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല. അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് യാ ഇബാദല്ലയെ പറ്റി സക്കരിയ പറഞ്ഞതാണ്. ഇനി ഇതിനെ പറ്റി ലബ്ബ പറയുന്നത് കേട്ടോളൂ. ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന്. ആ ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ ആരെങ്കിലും, നിങ്ങൾ പറഞ്ഞ് വെറുതെ ഞങ്ങൾ ഉദ്ധരിച്ചു എന്നാണ്, ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഈ സംഭവം ഇത് ശിർക്കാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ശിർക്കാണെന്ന് എഴുതി വെക്കേണ്ടതല്ലേ? അവർക്കെന്നാ തല വട്ട? വെറുതെ ഈ സംഭവം എടുത്ത് എഴുതാൻ ശിർക്കായ, ഇത്രയും ക്രൂരമായ ശിർക്കായ ഒരു സംഭവം കിതാബുകളിൽ ഉദ്ധരിക്കുക എന്നത് അവർക്ക് എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുക? അപ്പൊ അവർക്കെന്താ വട്ടാണോ എന്നാ മൂപ്പര സംശയം? ധാരിണിയായിട്ട് കാര്യമില്ലല്ലോ, കിതാബുകൾ കാണണ്ടേ? എത്രയെത്ര സംഭവങ്ങൾ, ഈ കുബൂരികൾ ഉദ്ധരിക്കുന്ന സംഭവങ്ങളൊക്കെ കിതാബിലുള്ളതാ. ഈ കുബൂരികൾ ഉദ്ധരിക്കുന്ന ദുർബല സംഭവങ്ങളൊക്കെ കിതാബിലുണ്ട്. അത് ഉദ്ധരിച്ചിട്ട് ആരെങ്കിലും ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇവർക്കൊക്കെ വട്ട? ഇതാണ് ഇയാളുടെ ചോദ്യം. അപ്പൊ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് ശിർക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. ഞങ്ങൾ പറയുന്നത് എന്താ? ഇസ്ലാമിക ലോകത്ത് ഇന്ന് വരെ ആരും പറയാത്തൊരു വാദമാണ് നിങ്ങൾ വാദിക്കുന്നത്. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. അഥവാ ഇസ്തസ്കലി ഉമ്മത്തിക്ക എന്ന ആ അസർ, ആ സംഭവം അത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നതിലൂടെ ആയിരക്കണക്കിന് ഇസ്ലാമിക പണ്ഡിതന്മാരെ നിങ്ങൾ മുശ്രിക്കുകളാക്കി തള്ളുകയാണ്. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. അവരുടെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ്. അവരെന്തിനാണ് അവരുടെ കിതാബുകളിൽ അത് ഉദ്ധരിച്ചത്? അത് ദുർബലമാണെന്ന് സമ്മതിച്ചാൽ പോലും അവരൊക്കെ ആ കിതാബുകളിൽ ഉദ്ധരിച്ചല്ലോ. അവരൊക്കെ ശിർക്ക് പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ആ വാദം അംഗീകരിക്കൂല. ഞങ്ങൾ പറയുന്നത് ആ അസർ ശിർക്ക് അല്ല. കണ്ടില്ലേ, യാ ഇബാദല്ലയെ പറ്റി എന്ത് തത്വം സക്കരിയ പഠിപ്പിച്ചോ അത് വെച്ചിട്ടാ ലബ്ബ അവിടുന്ന് പറഞ്ഞത്. എന്നിട്ട് അവസാനം നോക്കുമ്പോ ലബ്ബ പുറത്ത്. മൂപ്പരൊപ്പം വ്യവസ്ഥയിൽ തീരുമാനം എന്ന് പറഞ്ഞാൽ 10 ആളും ഇരിക്കണം എന്നാണ്. അവസാനം ആദ്യം സാധാരണ ഏത് സംവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോ വരുന്ന ആളുകള് പേരെഴുതി ഒപ്പിടാറുണ്ട്. 10 ആളാണ്, 10 ആൾ, 5 ആളാണെങ്കിൽ 5 ആള്. ഇത് ഒപ്പിടാൻ പറഞ്ഞപ്പോ മൂപ്പരൊപ്പമുള്ള ആള് എന്തായാലും ഒപ്പിടൂല. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഒപ്പിടൂന്നാണ്. ആയിക്കോട്ടെ. അങ്ങനെ കഴിഞ്ഞിട്ട് ഇരുഭാഗത്തുള്ള 10 ആൾ ഒപ്പിടണല്ലോ. അങ്ങനെ ഒപ്പിടാൻ നോക്കുമ്പോ നമ്മളെ ഭാഗത്ത് ഒപ്പിട്ടത് 11 ആള്, അവരെ ഭാഗത്ത് ഒപ്പിട്ട 5 ആള്. ബാക്കി 5 ആളെ കാണാനില്ല. ഇയാളിത് പറയാൻ തുടങ്ങിയപ്പോ ബേക്കിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മയ്യത്തിന്റെ മുകളിൽ നിന്ന് പേരിറങ്ങി പോവാന്ന് സാധാരണ പറയാറുണ്ട്. അതേപോലെ നിങ്ങളുടെ പുറകിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. വ്യവസ്ഥ തയ്യാറാക്കി തീരുന്നതിന് മുമ്പേ ലബ്ബാദാരമിയുടെ പിഴച്ച വാദങ്ങൾക്ക് ഫൈസൽ മുസ്ലിയാരുടെ മറുപടി. എന്താ പിഴച്ച വാദം? ലബ്ബ എന്ത് പിഴച്ച വാദാ പറഞ്ഞത്? ഇവരുടെ വിശ്വാസപ്രകാരം ലബ്ബ പിഴച്ച വാദം പറഞ്ഞിട്ടില്ല. ഹുസൈൻ സലഫിയുടെ വിശ്വാസപ്രകാരം ലബ്ബ പിഴച്ചിട്ടില്ല. കാരണം ഹുസൈൻ സലഫി പറഞ്ഞത് എന്താ? ഇത് ശിർക്കാണെന്ന്, യാ ഇബാദല്ല ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹുസൈൻ സലഫിയെ പുറത്താക്കണ്ടേ? ഫൈസൽ മുസ്ലിയാരെ പുറത്താക്കണ്ടേ? സക്കരിയെ പുറത്താക്കണ്ടേ? ലെറ്റർപാടും സീനും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലെങ്കിലും അത്തരമൊരു പുറത്താക്കൽ ആവശ്യമല്ലേ? ഇതാണ് ഒരു വിഷയം. ഇനി ഇവിടെയുള്ള വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ചികിത്സ തുടങ്ങുക എന്നുള്ളതാണ്. ഈ ചികിത്സാ സമ്പ്രദായത്തെ പറ്റി വളരെ കൃത്യമായി എന്താണ് റുഖിയ, എന്താണ് ഇസ്ലാം പഠിപ്പിച്ച റുഖിയ ശർഇയ്യ, മുജാഹിദുകൾ വളരെ കൃത്യമായി
അത് ഈ സമൂഹത്തോട് പറയുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ജിന്ന് പിശാച് റുഖിയ ശർഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പേരിൽ ഒരു പുസ്തകം കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കുകയും ആളുകൾക്കിടയിൽ അത് വിതരണം ചെയ്യുകയും ചെയ്തു. എന്താ റുഖിയ എന്ന് ആളുകളെ പഠിപ്പിച്ചു. പക്ഷേ ഇവര് പറയുന്നത് അതൊന്നും റുഖിയ അല്ല എന്നാണ്. അതൊന്നും റുഖിയ അല്ല. പിന്നെ റുഖിയ ആകണമെങ്കിൽ സുന്നികള് പണ്ട് റാത്തീബ് 2 തരം ഉണ്ടായിരുന്നല്ലോ, സിവിൽ റാത്തീബും ക്രിമിനൽ റാത്തീബും അല്ലേ? മങ്കൂസ് മൗലിദ്, അതേപോലെ മൊഹീദ്ദീൻ റാത്തീബ്, ഇതൊക്കെ ആ സിവിൽ റാത്തീബുകളായിരുന്നു. ക്രിമിനൽ റാത്തീബ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ കുത്ത് റാത്തീബ് പോലെയുള്ള റാത്തീബുകള്. അതുപോലെ റുഖിയ ആകണമെങ്കിൽ എന്ത് വേണം? അത് അടിച്ചിറക്കലും ചവിട്ടലും ഒക്കെ വേണം എന്നാണ് ഈ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഹുസൈൻ സലഫി ഈ വിഷയത്തിൽ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയുമോ? പ്രമാണങ്ങൾക്കെതിരായി സക്കരിയ ഈ വിഷയത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പ്രമാണത്തിനെതിരായി പറഞ്ഞിട്ടുണ്ടോ? ആരിസ് മൗലവി പറഞ്ഞു, പ്രമാണത്തിലുള്ളതല്ലാത്ത ഒരു കാര്യം മുജാഹിദ് മൗലവിമാര് പറഞ്ഞു, ആരിസ് മൗലവി പറഞ്ഞു, ഹംസക്കുട്ടി സലഫി പറഞ്ഞു, ടി.കെ. അഷ്റഫ് പറഞ്ഞു, അതല്ലെങ്കിൽ സക്കരിയ സലാഹി പറഞ്ഞു, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേൾക്കാത്ത ഒരു മന്ത്രം, അവിടുന്ന് പഠിപ്പിച്ചു തരാത്തൊരു മന്ത്രം, അവിടുന്ന് പഠിപ്പിച്ചു തരാത്തൊരു കാര്യം ആരാ മുജാഹിദുകളെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്? എന്നാൽ ഇതൊക്കെ ആദ്യമായിട്ട് ചിലർ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രമാണത്തിലില്ലാത്തതല്ലല്ലോ, അവര് കേട്ടിട്ടില്ല എന്നതല്ലേ കുഴപ്പം? അതല്ല കുഴപ്പം, പ്രമാണത്തിൽ ഇല്ലാത്തത് പറഞ്ഞു എന്നതാണ് കുഴപ്പം. പ്രമാണത്തിലുള്ള എന്തിനെയാണ് മുജാഹിദികൾ എതിർത്തത്? പ്രമാണത്തിലില്ലാത്തത് സക്കരിയ പറഞ്ഞോ? പ്രമാണത്തിലില്ലാത്തത് ടി.കെ. അഷ്റഫ് പറഞ്ഞോ? പ്രമാണത്തിലില്ലാത്തത് മറ്റുള്ള ആളുകൾ പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ഹുസൈൻ സലഫി. എന്നാൽ സക്കരിയ പ്രമാണത്തിലില്ലാത്തത് പറഞ്ഞതെന്ത് എന്ന്, പ്രമാണത്തിലില്ലാത്ത എന്ത് ചോദ്യമാണ് സക്കരിയ ചോദിച്ചത് എന്ന് സക്കരിയ തന്നെ പറയുന്നത് കേട്ടോളൂ. ഞാന് ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചു എന്ന് പറയുമ്പോൾ ആളുകളെ വിചാരം ഏതോ മന്ത്രവാദിന്റെ അടുത്ത് അയച്ചു എന്നാ. ഇഫ്ലുർ റഹ്മാൻ KNMന്റെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മടവൂരികൾക്കെതിരും സുബൈർ മംഗളയുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നെറ്റിൽ ലേഖനം എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്. ഇങ്ങനെ ഒരാൾ ലേഖനം എഴുതുന്നുണ്ട്, ഇവർക്കെതിരിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് എതിരാളികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനമൊക്കെ, ഞാൻ ഈ നെറ്റ് നോക്കുന്ന ആളല്ല, ചില ആളുകൾ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ. അദ്ദേഹം തൗഹീദുള്ള ആളാണ്, ശിർക്കിലേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിനടുത്ത് ഖുറാഫാത്തുകളൊന്നുമില്ല. അദ്ദേഹം റുഖിയ ഒരു കച്ചവടമാക്കിയ ആളല്ല. മൊത്തത്തിൽ ഖുർആൻ ചികിത്സ എന്ന പേരിൽ സൗദി അറേബ്യയിലുള്ള നമ്മുടെ സുഹൃത്തുക്കള് പണ്ഡിതന്മാരൊക്കെ നടത്തുന്ന ചികിത്സ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ് മൊത്തത്തിൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവ്. അതനുസരിച്ച് ഞാൻ പറഞ്ഞത്, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറഞ്ഞത്, അയാൾ എങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയില്ല, അങ്ങനെ അറിയാത്ത ഒരാളെടുത്ത് അയക്കാൻ പാടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ചികിത്സയുടെ വിശദാംശം എനിക്കറിയില്ലെങ്കിലും ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ചികിത്സയാണ്. വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് ശരിയാണ്. ഞാൻ ആ വിഷയം പഠിക്കാത്ത ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ എനിക്കതിൻ്റെ ചികിത്സ എന്ന് അറിഞ്ഞൂടാ, സൗദി അറേബ്യയിലും മറ്റൊക്കെ ചികിത്സ ഉണ്ട്, നമ്മളവിടെ ഒരു ചികിത്സ തന്നെ ഖുറാഫാത്താണെന്നാ പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ട്, നമ്മളെ KNMന്റെ ആൾ തന്നെയാണ്, അയാളുമായിട്ട് നമ്മളെ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കാര്യം ഞാൻ AP-യോട് പറഞ്ഞു. എന്നിട്ട് AP-യോട് ഞാൻ ചോദിച്ചു, അല്ല സർ, ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്നൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യണം? ഈ കുട്ടിയെ ഞാൻ എവിടെ കയക്കും? നമ്പൂരിന്റെ അടുത്തും പണിക്ക. ഈ ചോദ്യം ഹുസൈൻ സലഫി ചോദിച്ച ചോദ്യമാണോ? ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നേ വരെ ഹുസൈൻ സലഫി KNMന്റെ നേതാക്കന്മാരോട് ചോദിച്ചില്ല? ഈ ചോദ്യം മറ്റേതെങ്കിലും പണ്ഡിതന്മാർ കേരളത്തിൽ ചോദിച്ചോ? ഇവരെ നമ്മൾ എവിടത്തേക്ക് അയക്കുക? ഇങ്ങനെയുള്ള ആളുകളെ ഇതൊക്കെ മാറി, ഇതിൽ നിന്നൊക്കെ മാറി ഇത്തരം സമ്പ്രദായങ്ങൾ ചെയ്തവരും അതിന്റെ ഫലം അനുഭവിച്ചവരും ഒക്കെ മാറിയിട്ടാ മുജാഹിദികളായത്. അവരിതുവരെ അങ്ങനെ ഒരു ചർച്ച ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ സക്കരിയ കൊണ്ടുവന്നു. പണിക്കാളുമായിട്ട് നമ്മളെ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു.
ഈ കാര്യം ഞാൻ AP-യോട് പറഞ്ഞു. എന്നിട്ട് AP-യോട് ഞാൻ ചോദിച്ചു, അല്ല സർ, ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്നൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യണം? ഈ കുട്ടിയെ ഞാൻ എവിടെ കയക്കും? നമ്പൂരിന്റെ അടുത്തേക്കും പണിക്കരത്തേക്കും അയക്കാൻ പറ്റുമോ? തങ്ങളെടുത്തേക്കും മുസ്ലിയാരത്തേക്കും അയക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു തരുമോ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ AP വരാണ്, അപ്പൊ ഇജിതിന്റെ ഒരാൾ തന്നെയാണില്ലേ, ഇജ് ചികിത്സിക്കുന്നുണ്ടില്ലേ, അപ്പൊ എന്നെ പറ്റി കേട്ട് ശരി തന്നെയാണില്ലേ, ഇജ് കാസറ്റ് ഇട്ട് കൊടുക്കണ്ടില്ലേ? അതാണോ മറുപടി? എവിടെ കയക്കും? ഉറപ്പല്ലേ? AP-ന് ആളുകള് AP-ക്ക് 110 മാർക്ക് കൊടുക്കുക മറുപടിക്ക്. കാരണം അതന്നെ AP-ന്റെ മറുപടി. കാരണം എവിടെ നിന്നാ ഇവന് ഈ ചോദ്യം കിട്ടിയത്? എവിടെ നിന്നാ ഇവന് ഈ ചോദ്യം കിട്ടിയത്? ഇത് സലഫുകളുടെ ചോദ്യമാണോ? ഇത് പൂർവികന്മാരായ ആളുകൾ പഠിപ്പിച്ച ചോദ്യമാണോ? അങ്ങനെ ഒരു ഇക്കാരം വരെ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഉണ്ടായ ചോദ്യമാണോ? ഹുസൈൻ സലഫി, ഈ ചോദ്യവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ലേ? ഉണ്ട്. എന്താ ബന്ധം എന്നറിയോ? ഈ പുസ്തകം തയ്യാറാക്കുകയാണ് ജമിയത്തുൽ ഉലമ. ഇതിന്റെ തയ്യാറായ കുറച്ച് ഭാഗങ്ങൾ ഹുസൈൻ സലഫിക്ക് അയച്ചു കൊടുത്തു ഞാൻ ഇമെയിലിൽ. വായിച്ചിട്ട് ഹുസൈൻ സലഫി എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹനീഫ്, ഇത് ഈ പുസ്തകം എഴുതുമ്പോ ഇതിൽ നിങ്ങൾ ഒരു ഭാഗം കൂടി ഉൾക്കൊള്ളിക്കണം. എന്താ ഉൾക്കൊള്ളിക്കേണ്ടത്? ഈ ആളുകളുടെ വാദം ഇത് നമ്മൾ നടത്തിയില്ലെങ്കിൽ ഇവര് മൊയ്ലിയാന്മാരടുത്തും തങ്ങന്മാരടുത്തും ഒക്കെ പോകൂലേ, അതുകൊണ്ട് നമ്മൾ ഇത് തുടങ്ങണ്ടേ എന്ന ഒരു വാദം ഇവർക്കുണ്ട്. അതിനുള്ള മറുപടി നമ്മുടെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കണം എന്നോട് നിർദ്ദേശിച്ച ഹുസൈൻ സലഫി ആരാണ് ഇതിനെതിരെ പറഞ്ഞിരുന്നത്? ആർക്കെതിരെയാ ഇത് ഉൾക്കൊള്ളിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത്? സുന്നി പണ്ഡിതന്മാർക്കെതിരെയാണോ? സുന്നിയക്കെതിരെയാണോ? സുന്നി മുസ്ലിയാക്കന്മാർക്കെതിരെയാണോ? മന്ത്രവാദ ചികിത്സകർക്കെതിരെയാണോ? അല്ല, ഈ വാദം പറഞ്ഞ സക്കരിയാക്കെതിരെയാണ്. എന്നിട്ട് എന്നെ കൊണ്ടത് പറഞ്ഞെഴുതിക്കുക. എന്നിട്ട് മൂപ്പരിപ്പ ചോദിക്കുക, സക്കരിയാക്ക് പ്രമാണത്തിനില്ലാത്ത വാദമുണ്ടോ? എന്തിനാ എന്നെ പറ്റിച്ച്? എന്നോട് ഉണ്ട് നിങ്ങളല്ലേ പറഞ്ഞത്? എന്നിട്ടല്ലേ ജമിയത്തുൽ ഉലമയുടെ ബുക്കിൽ അത് എഴുതിയത്? ഈ വാദമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സക്കരിയാക്ക് ഈ വാദമുണ്ട്. അതുകൊണ്ടാണ് സക്കരിയ ചികിത്സിച്ചത്. ചോദിക്കുന്നത് എന്താ? ഇങ്ങനെ ആർക്കെങ്കിലും ആ പ്രമാണത്തിനെതിരായതുണ്ടോ എന്നല്ലേ? കേട്ടോ, പ്രമാണത്തിനെതിരെ ഒന്നല്ല, ഒരു കൊട്ടത്തെളിവുകൾ സക്കരിയ തന്നെ പറയുന്നത്. ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ഷാർജയിലേക്കല്ല, എവിടത്തേക്കാണോ? ഒരാൾ പോയി റഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടെ നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന് കെഫിന് CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ അതിനെന്താ പ്രമാണം? ഇങ്ങനെ ഒരു അസുഖമുള്ളയാൾക്ക് സൂറത്തുൽ കഹ്ഫും സൂറത്ത് മറിയവും ഓതാൻ കൊടുക്കണം എന്നതിനുള്ള പ്രമാണം എന്ത്? സക്കരിയ പ്രമാണത്തിനെതിരെ പറഞ്ഞോ? TK അഷ്റഫ് പ്രമാണത്തിനെതിരെ പറഞ്ഞോ? മറ്റാരെങ്കിലും പ്രമാണത്തിനെതിരെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുവല്ലോ ഹുസൈൻ സലഫി. ആ ഹുസൈൻ സലഫിയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണിത്. ഇതിനെന്താണ് പ്രമാണം? മുജാഹിദ് പറഞ്ഞു എന്താ പ്രമാണം. എന്നിട്ടോ കേസറ്റ് കേൾക്കാൻ കൊടുത്തതാണ്. മുജാഹിദ് MBBS ഡോക്ടറാണല്ലോ, ഓന് അത്രേ ഉള്ളൂ. അപ്പൊ ഓന് ചികിത്സിച്ചിട്ട് നേരെയാതായപ്പോ MD-ന്റെ അടുത്തേക്ക് അയക്കുകയാണ്. എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ അതും തോന്നലാണ്. എന്താ മൂപ്പരെ തോന്നലിനുള്ള തെളിവ്? ഖുർആൻ കേട്ടാലാണ് ശൈത്താൻ ഇളകുക. അള്ളാന്റെ റസൂല് പറഞ്ഞോ ഖുർആൻ കേട്ടാൽ ശൈത്താൻ ഇളകുമെന്ന്? ഏതായത്തിലാ ഉള്ളത്? ഏത് ഹദീസിലാ ഉള്ളത്? ഖുർആൻ കേട്ടാൽ ശൈത്താൻ ഇളകി മറിയുമെന്ന്? ഖുർആൻ കേട്ടാൽ പിശാച് ബാധയേറ്റയാള് ഇളകി മറിയുമെന്ന്
പച്ച നുണ ഇസ്ലാമിന്റെ പേരിൽ സാധാരണ ആത്മീയ ചൂഷകന്മാർ പ്രചരിപ്പിക്കുന്ന നുണ ഈ സക്കരിയയും കൂട്ടരും പ്രചരിപ്പിച്ചു. ഇപ്പൊ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അതിനെന്താ പ്രമാണം? കേസറ്റിലാക്കി കൊണ്ടുവരേണ്ട സാധനമാണോ റുഖിയ ശർഇയ്യ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നമ്മളെ വാപ്പ ആസ്പത്രിയിൽ രോഗിയായി കിടക്കുക. അപ്പൊ സക്കരി ഇങ്ങനെ വന്നിട്ട് വേഗം മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് വാപ്പാന്റെ ചെവിയും ചെടുത്ത് വെച്ചു കൊടുക്കുക. നമ്മൾ ചോദിച്ചാൽ എന്താ? അത് സുദൈസ് റുഖിയ നടത്തിയാണ്. എങ്ങനെ? അല്ലാഹുമ്മ ശ്ഫി അന്ത ഷാഫി എന്നുള്ളത് ഞാന് എന്റെ ഒച്ച വലിയ രസമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് സുദൈസിൻ്റെതാണ്. ഒപ്പമുള്ള ഷിഹാബ് പിന്നെ ഫോൺ എടുത്തിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അത് ബൂഖാത്തിറിൻ്റെതാണ്. വേറൊരുത്തെ അഫാസിൻ്റെത്. ഇങ്ങനെയാ റുഖിയ? ഇതാ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥന? എന്നാ പിന്നെ നിങ്ങൾ നിക്കാരം സീഡിയിലാക്കി വെക്കൽ തുടങ്ങൂലേ? ഇത് അള്ളാന്റെ കൂലി കിട്ടണ്ട, അള്ളാഹുവിനോട് മനുഷ്യൻ നടത്തുന്ന ഒരു ഇബാദത്താണ്, അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. അത് സീഡിയിലാക്കി വെച്ചു കൊടുക്കേണ്ടതാ? എന്താണ് പ്രമാണം? പ്രമാണത്തിനെതിര് പറഞ്ഞോ എന്നല്ലേ ഹുസൈൻ സലഫിയുടെ ചോദ്യം? മറുപടി പ്രമാണത്തിനെതിരായി സക്കരിയ പറയുന്നു. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ ചങ്ങാതിക്ക് ആയത്തിൽ കുറിച്ച് നിർത്താൻ നേരം ഉണ്ടാവോ? ഇവനോടാരാ പറഞ്ഞത് ഒരാളെ മേലിന്ന് ഇറങ്ങണതേ ഇവന്റെ മേ കയറുള്ളൂ? ഒരാളെ മേലിന്ന് ഇറങ്ങുന്നതേ ഇയാളെ മേ കയറുള്ളൂ? എന്നിട്ട് ഇവ ആയത്തുൽ കുർസി ഓതി നിന്നു. ഇവരെന്നെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അംഗീകരിക്കുന്ന സംഭവം, നമ്മുടെ പുസ്തകത്തില് ജമിയത്തുൽമ കൊടുത്ത സംഭവം. റസൂല് ഒരു സ്ത്രീ കുട്ടിയായി വന്നപ്പോ പറഞ്ഞു ഉഖ്റുജ അദുവല്ലാഹ്, ഉഖ്റുജ അദുവല്ലാഹ് എന്ന് പറഞ്ഞു. റസൂൽ എന്താ സഹാബികളോട് പറഞ്ഞേ? സഹാബികളെ, ഞാനിതാ ഇവന്റെ മേലുള്ള ജിന്നിനോട് ഇറങ്ങിപ്പോവാൻ പറയാണ്, ഓൻ അവന്റെ മേലിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളെ മേലാ കയറുക, അതുകൊണ്ട് എല്ലാവരും ഒന്നെടുത്ത് ആയത്തുൽ കുർസി ഓതി നിന്നോന്ന് പറഞ്ഞോ? ഇവനോട് ആരാ ഇത് നിൽക്കാൻ പറഞ്ഞത്? ആരാ ഇത് പഠിപ്പിച്ചു കൊടുത്തത്? എന്താണ് പ്രമാണം? ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. ഉഖ്റുജ അദുവല്ലാഹ് എന്നൊക്കെ പറഞ്ഞു നോക്കി. അത് ആരാ പണ്ട് പറഞ്ഞത്? റസൂല് പറഞ്ഞതാ. ബേജാറുണ്ട് മൂപ്പര പറഞ്ഞു. അത് പറയേണ്ട ആള് പറയേണ്ട സമയത്ത് പറഞ്ഞപ്പോ ഇറങ്ങണ്ടവൻ ഇറങ്ങിയിട്ടുണ്ട്. അത് സക്കരിയ ഇങ്ങനെ ആയത്തുൽ കുർസി ഓതി ബേജാറായി നിൽക്കണേ സക്കരിയ പറയേണ്ടതല്ല. അങ്ങനെ സക്കരിയാക്ക് പറയാൻ പഠിപ്പിച്ചതുമല്ല. അത് കേട്ട് സഹാബത്ത് നാട് മുഴുവൻ നടന്ന് ഉഖ്റുജ അദുവല്ലാഹ് എന്ന് പറഞ്ഞ് നടന്നിട്ടുമില്ല. നിൽക്കുന്നില്ല. ഇവൻ ചാടി എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ടിങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുറന്ന മാതിരി, എന്താടാ നീ കാണിച്ചേ? അല്ല അതാ ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ ഇവിടെ ഇരുത്തിയിട്ട് കാസറ്റ് ഇട്ടാണല്ലോ, നൂറിന്ന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന ഇതാണ് സക്കരിയാന്റെ റുഖിയ. ഇതാണ് സക്കരിയ നടത്തിയ റുഖിയ. ഇത് റുഖിയയാണോ? ഇത് ഇസ്ലാമിലുള്ളതാണോ? ഇത് പ്രമാണത്തിലുള്ളതാണോ? ആരാ പഠിപ്പിച്ചത്? ഒരന്ധവിശ്വാസത്തിന്റെ മുകളിലാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. എന്താ? നമ്മളെ നാട്ടിലും പരിസരത്തൊക്കെ ഉള്ള ചികിത്സകന്മാര് പറഞ്ഞു നടക്കുന്നത് ആയത്ത് കേട്ടാൽ അപ്പളകും. ആയത്തിനോട് ശൈത്താന് ഭയങ്കര വിരോധാണ്, അപ്പളകും. എന്നാ ഒരു ഇളക്കം കാണിച്ചു തരാം ഞങ്ങൾക്ക്. വിജയിയുടെ നാമത്തിൽ സാത്താൻ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാത്താൻ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി. യേശുവിന്റെ നാമത്തിൽ സാത്താൻ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചോ. പിശാച് ഇപ്പൊ തന്നെ വിട്ടുപോകുന്നു. യേശുവിന്റെ നാമത്തിൽ സകല അറുകൊലകളും വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല പിശാചുക്കളും വിട്ടുപോകും. ഹല്ലേലൂയ. യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
സാത്താന്മാരെ നീ വിട്ടുപോ, പിശാചെ നീ വിട്ടുപോ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പിശാചെ നീ വിട്ടുപോ, പിശാചെ നീ വിട്ടുപോ, പിശാചെ നീ വിട്ടുപോ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശു, യേശു, ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല ദുഷ്ടപിശാചുക്കളും യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരെ, 1400 പിശാചുക്കളാണ് ഈ സ്ത്രീയെ ഭരിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, 1400 പിശാചുക്കളാണ് ഈ സ്ത്രീയെ ഭരിച്ചിരുന്നത്. 1400 പിശാചുക്കൾ യേശു വെളിപ്പെടുത്തിയതാണ്. അവരെല്ലാം ഇറങ്ങിപ്പോയിരിക്കുന്നു. എങ്ങനെയുണ്ട് ഖുർആന്റെ മഹത്വ? യേശുവേന്ന് കേൾക്കുമ്പോ, ആ യേശു വലിയവൻ എന്ന് കേൾക്കുമ്പോ പിശാചിന് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് ഇളകിയത്, അതുകൊണ്ടാണോ ഇളകി മറിഞ്ഞത്? എന്നിട്ടോ 1400 ഇറക്കി വിട്ട് ഇയാൾ ഒരു ആയത്തുൽ കുർസി ഓതിയിട്ടില്ല. മറ്റോനും ഒന്നിനിറക്കാനിരുന്നിട്ടാ ബേജാറായി. ടേപ്പ് റെക്കോർഡറും അതുപോലെ ഇയർഫോണും ഒക്കെ തകർന്ന് താറുമാറായി. ജീവിതത്തിൽ പിന്നെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സക്കറിയ ഇപ്പൊ പറയണത് എന്താണെന്നറിയോ? സക്കറിയ ഇപ്പൊ പറയണത് എനിക്ക് ആ ഏർപ്പാടെന്നെ അറിയില്ല എന്നാണ്. എനിക്ക് ആ ഏർപ്പാടറിയില്ല. സക്കരിയ ഈ ജിന്ന് ചികിത്സ പ്രമാണത്തിനെതിരായി പറഞ്ഞോന്നല്ലേ? പ്രമാണത്തിനെതിരായി വീണ്ടും സക്കരിയ പറയുന്നത് കേട്ടോളൂ. എന്താണ് സക്കരിയ പറയുന്നത്? വേറൊരാൾ എഴുതി തന്നിട്ടുള്ളത്, നിങ്ങൾ AP അടുത്ത് പോയി നമുക്കും ഒരു ജിന്നിറക്കൽ കേന്ദ്രം തുടങ്ങണമെന്ന് പറഞ്ഞു എന്ന് ഇവിടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് ചുരുക്കി വരിക്കുക. ഇവിടെ ജിന്ന് കയറുമെന്ന് തന്നെ സമ്മതിക്കാത്തവരാണ് ഈ ഇറക്കണിനെ പറ്റി തർക്കിക്കണത്. അതാ വലിയ രസം. അടിച്ചിറക്കാന്നറിയും. അപ്പൊ ഞാൻ ചോദിക്കും, അടിക്കാതെ ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിക്കും. അങ്ങനെ ഇറങ്ങണമെങ്കിൽ കയറിയിട്ട് വേണ്ടേ അടുത്ത വാക്ക്. അപ്പൊ കയറും തന്നെ വിശ്വസിക്കാത്തവനാ. ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും എന്ന് തന്നെ വിശ്വസിക്കാത്തവനാണ് എങ്ങനെ ജിന്നിനെ ഇറക്കും? അടിച്ചിറക്കണോ, ഊതി ഇറക്കണോ, മാന്തി ഇറക്കണോ, നുള്ളി ഇറക്കണോ, ഒഴിഞ്ഞിറക്കണോ എന്നൊക്കെ തർക്കിക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ AP അബ്ദുൽ ഖാദർ മൗലവിയോട് പറഞ്ഞത്, തൗഹീദുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സംഗതി വന്നാൽ നമ്മൾ ആരെടുത്തേക്കാ വിടുക? മൂല്യന്മാരത്തേക്കും തങ്ങന്മാരത്തേക്കും നമ്പൂരിലെത്തേക്കും പണിക്കരത്തേക്കും വിടാൻ പറ്റുമല്ലോ. തൗഹീദുള്ള ഒരാളത്തേക്കല്ലേ പറഞ്ഞൂടൂ. എനിക്ക് ഏതായാലും അത് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നോക്കണം, സക്കരിയക്ക് അത് ചെയ്യാൻ അറിയില്ല. ആരാ സക്കരിയ? ജാമിയ നദ്വിയയിൽ 8 കൊല്ലം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ പല പണ്ഡിതന്മാരുടെ അടുത്തും പോയി പഠിച്ചു. സ്വകാര്യമായി പല പണ്ഡിതന്മാരുടെയും അരികിൽ പോയി കിതാബ് ഓതി. വിദേശ രാജ്യത്തുള്ള പല പണ്ഡിതന്മാരുടെയും അരികിൽ പോയി കിതാബുകൾ ഓതി. സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് തന്നെ ആ 1000കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറി സ്ഥാപിച്ചു. സലാഹി ബിരുദം നേടി. ആ ശൈഖ് നാസിറുദ്ദീൻ അൽബാനിയെ പറ്റിയുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് നേടി. ഇതൊക്കെ ചെയ്ത സക്കരിയ, കേരളത്തിലെ വലിയ മുഹദ്ദിസ് എന്നറിയപ്പെടുന്ന സക്കരിയാക്ക് ഇതറിയില്ല. പിന്നെ അറിയാരാ? ചെമ്പ്രശ്ശേരിയുള്ള അക്കൗണ്ടന്റിന്. ദീന് സക്കരിയാക്കറിയില്ല. പിന്നെ അതറിയുന്നതാര്? BCom കഴിഞ്ഞ് അക്കൗണ്ടന്റിന്റെ ജോലി ചെയ്യുന്ന ചെമ്പ്രശ്ശേരിക്കാരൻ മന്ത്രവാദിക്ക്. ഏത് പ്രമാണമാണിത് ഹുസൈൻ സലഫി? ഏത് പ്രമാണമാണിത്? സക്കരിയ പ്രമാണത്തിനെതിരെ പറഞ്ഞു. എന്താ പ്രമാണത്തിനെതിരെ പറഞ്ഞത്? പച്ചക്കള്ളം പറഞ്ഞു സക്കരിയ. സക്കരിയാക്ക് റുക്കിയ അറിയില്ല. സക്കരിയാക്ക് അറിയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതറിയാ, പക്ഷെ അതല്ല സക്കരിയാന്റെ റുഖിയ. പിന്നെ അതുകൊണ്ട് ഞാൻ തൗഹീദുള്ള നമ്മുടെ KNM-നെ അനുകൂലിക്കുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞയച്ചു എന്നാണ്. അപ്പൊ എങ്ങോട്ടയക്കും? അവിടെ എങ്ങനെ ക്ലിപ്പ് മുറിക്കുമാര്, അനസ് മുസിയാര് എങ്ങോട്ടയക്കും എന്നാ ചോദിക്കുന്നത്. അവർക്കൊക്കെ ഏർവാടിയില്ലേ, മറ്റില്ലേ, നമുക്കൊരു കേന്ദ്രം വേണ്ടി എന്നാ പറയുന്നത്. എനിക്കില്ലാത്ത വാദം എന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഇല്ലാത്ത വാദം അയാൾ തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് പറയാ ഇല്ലാത്ത വാദം പറഞ്ഞുണ്ടാക്കാൻ. ഉള്ളതാണ്, അദ്ദേഹം പറഞ്ഞതാണ്, അത് നമ്മൾ കേട്ടതുമാണ്. ഇനി കേന്ദ്രം തന്നെ 2 നിലക്കുണ്ടാവും. ഒന്ന് ഒരു ക്ലിനിക്കായിട്ട് നടത്തുക. ഇപ്പൊ ഒക്കെ അങ്ങനെയായി. ഒക്കെ 2 നിലക്കാണ്. നാരിയ സലാത്ത് 2 നിലക്ക്, ജിന്നിനോടുള്ള സഹവേട്ടൻ 2 നിലക്ക്, പ്രാർത്ഥന 2 നിലക്ക്. ഇങ്ങനെ ഒക്കെ 2 നിലക്കായി. ജിന്ന് കേന്ദ്രം 2. എങ്ങനെയൊക്കെയാ? ഇങ്ങനെ ജിന്ന് ഇറക്കൽ ക്ലിനിക്. സമയം രാവിലെ 10 മുതൽ 5 മണി ഇത്ര മണി വരെ, ഫീസ് ഇത്ര, ടോക്കൻ. ഇങ്ങനെ ഒരു നടത്തുന്നതിന് തെറ്റാണത് ബിസിനസ് ആകും. യാതൊരു സംശയമില്ല. അങ്ങനെ നടത്താൻ പാടില്ല
എതിരാണ്. പിന്നെ ചില പള്ളികളുടെയൊക്കെ സൈഡിൽ ഈ അവിടുത്തെ പള്ളിയിലെ ഇമാമുമാര് ചിലപ്പോൾ റുഖിയ നടത്തി കൊടുക്കും. അതിന് പ്രത്യേക റൂം ഉണ്ടാവും. അതും കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം. അത് തെറ്റായ കാര്യമല്ല. ഒരു ക്ലിനിക്കായി ബിസിനസ്സായി നടത്തുമ്പോൾ അത് തെറ്റായ കാര്യമാണ്. പള്ളിന്റെ ചെലവിൽ ആ റൂമിന്റെ വാടകയും കൊടുക്കൂല. അതും നമ്മളുണ്ടാക്കിയ പള്ളിയുടെ ചെലവില് വേണം. ആലോചിച്ച് നോക്കി ഞങ്ങള്. അത് എന്നാ പിന്നെ അത് പള്ളിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അതിന് നമുക്കൊരു 10 രൂപ എടുത്ത റൂം എടുക്കാന്നല്ലേ? അതില്ല, അത് പാടില്ല. റൂം എടുക്കാൻ പാടില്ല. പിന്നെ പള്ളിന്റെ ചെലവില് നടത്തണം. വീടമെന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം. അത് തെറ്റായ കാര്യമല്ല. ഒരു ക്ലിനിക്കായി ബിസിനസ്സായി നടത്തുമ്പോൾ അത് തെറ്റായ കാര്യമാണ്. ഇപ്പോൾ വീട്ടിൽ വെച്ച് ഓതാൻ പാടില്ല. വീട്ടിൽ ഓതിയാ പറയും വീട്ടിൽ ജിന്നിറക്കിയോൻ, പള്ളിയിൽ ഓതിയാ പറയും പള്ളിയിൽ ജിന്നിറക്കിയോൻ, മദ്രസയിൽ ഓതിയാൽ മദ്രസ ജിന്നിറക്കിയോൻ. പിന്നെ ആകാശത്ത് നിന്ന് ഓതാൻ പറ്റുമോ? എവിടെയെങ്കിലും സ്ഥലത്ത് ഓതേണ്ടത്. അപ്പൊ ഏതെങ്കിലും പള്ളിന്റെ ചെരുവില് ചില സ്ഥലത്ത് എന്ത് ചെയ്യും, ഇമാമുകാർ പറയാം അവിടെ കൊണ്ടുവന്നിരുത്ത മോനെ എന്ന് പറയും, ഓതി കൊടുക്കും. അങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ സൗദിയിലും മറ്റുമൊക്കെ ഉണ്ട്. അത് തെറ്റായൊരു കാര്യമല്ല. പക്ഷെ ഒരു ക്ലിനിക്ക് മോഡൽ അത് നടത്തുന്നത് അത് മന്ത്രവാദത്തിലേക്കും മന്ത്ര ബിസിനസ്സിലേക്കും പോകും. അത് നമ്മൾ എക്കാലത്തും എതിർക്കുന്നു. ശരയ്യായ മന്ത്രം ഒരു ഉപകാരം എന്ന നിലയ്ക്ക് മറ്റൊരു സഹോദരന് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരാൾക്കൊരു സുഖം കിട്ടിയിട്ട് അയാൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലൊക്കെ വാങ്ങുക. പിന്നെ ഒരാൾക്കൊരു സുഖം എങ്ങനെയുണ്ട്? ഒരാൾക്കൊരു സുഖം കിട്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങാം. ഇതിപ്പോ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ചുങ്കത്തറയിൽ ജിന്ന് ചികിത്സാ കേന്ദ്രം 2 ആള് അറിയാലോ. നമുക്ക് പരിസര പ്രദേശത്തൊക്കെ ചികിത്സ നടത്തുന്ന ആളുകളുണ്ടല്ലോ. 2 ആളും കൂടി വന്നു. പള്ളീന്റെ ചെരുവിൽ വന്നൊക്കെ നമ്മൾ പറയും ഇവിടെയുള്ള തലമൂത്ത കാരണവന്മാര് ചോദിച്ചു, എന്താണ് കയ്യിലൊരു സ്പ്രേയറും ബാർബർ ഷോപ്പ് തുടങ്ങാൻ നോക്കുന്നുണ്ട് ഇവിടെ, എന്താ കുട്ടിയെ വെള്ളം അടിക്കണ സാധനമൊക്കെ ഇല്ല, റുഖിയ ശറയ്യാണ്, എന്നാ ഇറങ്ങിക്കളി, ഇത് ഞങ്ങള് മുവഹിദുകൾ ഉണ്ടാക്കിയ പള്ളിയാണ്, ഇവിടെ പറ്റൂല. അപ്പൊ ഓൻ എന്ത് ചെയ്യണം? പള്ളീന്റെ മുമ്പിലോ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു റൂം വാടകയ്ക്ക് എടുക്കണം. ഓനൊരു റൂം വാടകയ്ക്ക് എടുത്തു. അപ്പൊ ആളുകളൊക്കെ വരാൻ തുടങ്ങിയ ഇന്ന മൗലവിന്റെ ചികിത്സ ഉണ്ട്, അദ്ദേഹം പണ്ട് തലശ്ശേരി എന്നൊക്കെ ആളെ കൊണ്ടില്ലായിരുന്നു, ഇപ്പൊ മൂപ്പരനെ പഠിച്ച സ്ഥിതിക്ക് മൂപ്പരനെ നടത്തുകയാണ് എന്ന് പറഞ്ഞൊരു ചികിത്സ മൂപ്പരടുത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ വേറൊരു ചങ്ങായിക്ക് തോന്നി ഇത് കച്ചവടം തരക്കേടില്ലല്ലോ. ഓനും വന്നു ചുങ്കത്തറ, അപ്പുറത്തെ റൂം ഓനും എടുത്തു. അപ്പോ രോഗികൾ വരികയാണല്ലോ. രോഗികൾ വന്ന് അവിടെ ഉള്ള ഒരു കടക്കാരനോട് ചൊല്ല, ഇവിടെ റുഖിയ ശറയ്യ നടത്തുന്ന ആളാരാ? ഇതാ ഇതിന്റെ മുകളിലുണ്ട് ഒരാള്. അപ്പൊ ഓൻ ആടെ കയറിയപ്പോ വിചാരിച്ച ഉസ്താദല്ല, വേറെ ഉസ്താദാണ്. അപ്പൊ ഓൻ പറഞ്ഞു, അല്ല ഉസ്താദേ. അവിടുന്ന് സംഗതികളൊക്കെ പറഞ്ഞ് ഇറങ്ങി നേരെ മറ്റേ ആളെടുത്ത് പോയി. ഉസ്താദെ, ഇത് മഹാ അബദ്ധമായി പോയി. ഞാനിവിടെ ഇറങ്ങിയിട്ട് റുഖിയ ശറയ്യ ആളാരാന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ കാണിച്ചെന്നത് നിങ്ങളൊരു ബോർഡ് വെക്കാതെ ഒരു നിർവാഹമില്ല. അപ്പൊ മറ്റേ ആള് ബോർഡ് വെച്ചു, ഡോക്ടർ KK സക്കരിയ സലാഹി എന്ന് ബോർഡ് വെച്ചു. ജിന്ന് ചികിത്സാ കേന്ദ്രം എന്നൊന്നും വെച്ചില്ല, ഡോക്ടർ KK സക്കരിയ സലാഹി. അങ്ങനെ ഒരാൾ വന്നു. ഒരാളൊരു വെള്ളിയാഴ്ച രാവിലെ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, സക്കരിയ സലാഹിന്റെ ചികിത്സാ കേന്ദ്രത്തിന്റെ താഴെ. ഇപ്പൊ ഒരാൾ ചോദിച്ചല്ല, നിങ്ങളെന്താ ഇവിടെ നിൽക്കണേ? കുറെ നേരമല്ലോ. ഞാനിങ്ങനെ ഉസ്താദിനെ കാത്തിക്കുക. അയാൾ വെള്ളിയാഴ്ച ഇല്ല, അത് തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജിലാണ്, ഇവിടെ ശനിയും ഞായറും മാത്രമേ റുഖിയുള്ളൂ എന്ന് പറഞ്ഞു. ഈ സാധു പോയി പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ വന്നു. ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ, ഇതെന്നാ പിന്നെ നിങ്ങൾ അവിടെ എഴുതി വെച്ചാല് കാണുന്ന ആളേക്ക് സൗകര്യമല്ല, നിങ്ങൾ ശനിയും ഞായറും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ആളുകൾ വന്ന് വെറുതെ നിൽക്കേണ്ടി വരൂലേ? അപ്പൊ എഴുതി, എന്ത്? ശനിയും ഞായറും മാത്രമേ ചികിത്സയുണ്ടാവുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാ ഞാനും എന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റവൻ എന്താ എഴുതി? തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ചികിത്സ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ബോർഡുമായി സമയമായി. പിന്നെ പാടില്ലാത്ത എന്ത് മാത്രമേ ഉള്ളൂ? ഫീസ് മാത്രം പാടില്ല. അതെന്തായിരിക്കണം? ഗിഫ്റ്റ് ആയിരിക്കണം. ആ ഗിഫ്റ്റ് ഹീറോ ഹോണ്ട ആക്ടിവയായി സ്വീകരിക്കാം, ഫ്രിഡ്ജായി സ്വീകരിക്കാം, ഗ്രൈൻഡറായി സ്വീകരിക്കാം, ഇൻഡക്ഷൻ കുക്കറായി സ്വീകരിക്കാം. കാരണം അതല്ലേ ലാഭം, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഈ ചുങ്കത്തറയുള്ള ഒരു ഡോക്ടർ എത്ര ഏറ്റവും കൂടുതൽ ഫീസ് ഞാൻ മനസ്സിലാക്കുന്നു ചുങ്കത്തറയൊക്കെ ആകുമ്പോൾ ഒരു 200-250 അതിലപ്പുറം ഒന്നും ഫീസ് ഉണ്ടാവില്ല. സാധാരണ 100 ഉണ്ടാവുള്ളൂ നമ്മളെ ഇതുപോലത്തെ പ്രദേശങ്ങളിൽ. 200 രൂപ ഫീസാന്ന് വിചാരിച്ചു. ഈ നാട്ടിലെ ഒരു സാധു ചെന്നു, എത്ര റുപ്യം കൊടുത്ത് ടോക്കൺ എടുക്കും? 200 കൊടുത്ത് ടോക്കൺ എടുക്കും. വഹാബ് സാഹിബിന് മൂപ്പരൊന്ന് കാണണം തോന്നി. എന്തോ ഒരു അസുഖം ഉണ്ടായിട്ട് വന്നു. വഹാബ് സാഹിബ് വണ്ടി എടുത്ത് ഇവിടെ വന്നാലും എത്രേന്റെ ടോക്കൺ എടുക്കണം? 200 ടോക്കൺ എടുക്കണം. 2 ആള് വന്നാൽ ഡോക്ടർക്ക് കിട്ടിയത് എത്രയാ? 400. ഡോക്ടർ ഫീസ് ഇല്ല, ഗിഫ്റ്റാന്ന് പറഞ്ഞാലോ
മറ്റേ സാധു 50 കൊടുക്കും, വഹാബ് 500 കൊടുക്കും. ഇപ്പൊ എത്രയായി? 2 ആള് വന്നപ്പോ 550 കിട്ടി. ഏതാ ലാഭം? ടോക്കനാണോ ഫീസാണോ? ടോക്കനാണോ ഗിഫ്റ്റാണോ? ഗിഫ്റ്റാ ലാഭം. അതുകൊണ്ട് സക്കരിയ പറയുന്നു, നമ്മളെ പണ്ടത്തെ പാൽക്കായി അറബി പാൽക്കായത്തിന്റെ കച്ചവടക്കാര് പറയാറില്ലേ, 5 രൂപയുടെ ചെറിയ ബോട്ടിലുണ്ട്, 10 രൂപയുടെ വലിയ ബോട്ടിലുണ്ട്. 10 രൂപയുടെ വലിയ ബോട്ടിൽ വാങ്ങുന്നതാണ് ഞങ്ങൾക്ക് ലാഭം. നിങ്ങൾക്ക് ലാഭമല്ല, ഞങ്ങൾക്ക് ലാഭം. അതുപോലെ ഗിഫ്റ്റ് ആക്കുന്നതാണ് ആർക്ക് ലാഭം? ഞങ്ങൾക്ക് ലാഭം എന്നാണ്. ഈ ഏർപ്പാടിനാണ് ഇവര് തുടക്കം കുറിച്ചത്. ഇതിനെ പ്രതിരോധിച്ചതിന്റെ പേരിലാണ് AP അബ്ദുൽ ഖാദർ മൗലവി മുതൽ MSMന്റെ പ്രവർത്തകന്മാർ വരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ ഈ ആളുകൾ എതിർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ പേരിലാണ് ഈ ആരോപണങ്ങളും നുണക്കഥകളും ഈ ആളുകൾ പ്രചരിപ്പിച്ചത്. ഏതുവരെ ഇപ്പൊ പറയുന്ന വലിയ നുണ എന്താ? ഏറ്റവും ലേറ്റസ്റ്റ് നുണ, മുജാഹിദീങ്ങള് അല്ലാത്ത ഒരു പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞു കളഞ്ഞു. ഹനീഫ് കായക്കൊടിയുടെ വിശ്വാസം അതാണ്. ഹനീഫ് കായക്കൊടി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹനീഫ് കായക്കൊടി ഇത് പറഞ്ഞത് എവിടെയാ? പുളിക്കലാണ്. എന്താ ഇത് പറഞ്ഞത്? ഇവര് പറഞ്ഞു, നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, ഹാലിറായ ജിന്നിനോട്, ശബ്ദ പരിധിയിലുള്ള ജിന്നിനോട് തേടിയാ ശിർക്കാവൂല. ശിർക്കാതിരിക്കാനുള്ള കാരണം ഇവര് പറഞ്ഞത് എന്താ? ഇവരുടെ തേട്ടം ജിന്ന് കേൾക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, കേൾക്കുന്നു എന്നത് ഒരു തേട്ടം, ഒരു പ്രാർത്ഥന, പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി കേൾക്കുന്നു എന്നത് അത് പ്രാർത്ഥനയാവാതിരിക്കാൻ കാരണമല്ല. ഉദാഹരണം, മാതാ അമൃതാനന്ദമയുടെ അരികിൽ ചെന്ന ഒരാൾ പറയുന്നു, ആ അമൃതാനന്ദമായി എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനല്ലേ? പ്രാർത്ഥനയാണ്. അത് അമൃതാനന്ദമായി കേട്ടില്ലേ? കേട്ടു. എന്നാ ഇവന്റെ മനസ്സറിയോ? ഇല്ല. ഇവന്റെ മനസ്സിലുള്ളത് അറിയാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവരിത് പറഞ്ഞത് എന്തിനു വേണ്ടിയാ? ഇവരിത് പറഞ്ഞത് അത് പ്രാർത്ഥനയാവില്ല, കാരണം പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി കേട്ടു. ഇത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മക്കെതിരെ ദുരാരോപണം ഉന്നയിച്ചപ്പോ ഇന്നലെ കാണൊരു വീഡിയോ. എന്താ? ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹംസ മദീനിന്റെ പ്രസംഗം. നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്താ പറഞ്ഞത്? പ്രാർത്ഥന കേൾക്കൂന്ന് മാത്രല്ല, ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇന്ന് നോക്കുമ്പോ അത് തിരുത്തി അത്ര അദ്ദേഹം. തിരുത്തിയിട്ട് എന്താ പറഞ്ഞത്? ഇത് നമ്മക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞെത്തിയത് എവിടെയാന്ന് വെച്ചാൽ, പ്രാർത്ഥന കേൾക്കും എന്ന ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചിട്ടാണ് ഇവര് നമ്മക്കെതിരെ മറുപടി പറഞ്ഞത്. ഇപ്പൊ എന്തായി? കേൾക്കുന്നോ കേൾക്കൂലെന്നോ? നമ്മളിത് പറഞ്ഞത് ഏത് തെളിവ് ധരിച്ച? നമ്മളിത് പറയാനുള്ള കാരണം എന്ത്? ഇവര് ജിന്നിനോടുള്ള തേട്ടം ജിന്ന് കേൾക്കുന്നത് കൊണ്ട് അത് ശിർക്കാവില്ലെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു കേട്ടു എന്നത് കൊണ്ട് അത് ശിർക്കല്ല എന്ന നിങ്ങളുടെ വാദം ഖുർആനിനെതിരാണ്. കാരണം സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ തേടി, അത് ജിന്ന് കേട്ടു. ആ കേട്ടത് കൊണ്ട് അത് പ്രാർത്ഥനയല്ല എന്നല്ല അല്ലാഹു പറഞ്ഞത്, പ്രാർത്ഥനയാണ് എന്നാ. അതിന്റെ അർത്ഥം ഈ തേടുന്നവന്റെ മനസ്സറിഞ്ഞു എന്നാണോ? ഈ തേടുന്നവന്റെ വികാരങ്ങളും വിചാരങ്ങളും അറിഞ്ഞു എന്നാണോ? അങ്ങനെ ഒരു വാദം മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവരുടെ വാദത്തെ എതിർക്കുക മാത്രമാണ് മുജാഹിദികൾ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. എന്താ നിലപാട്? ഒരു ചോദ്യത്തിനുള്ള മറുപടി. ഒരു ചോദ്യത്തിനുള്ള മറുപടി. എന്റെ വാക്ക് കേൾക്കുന്നവരോട് എനിക്ക് അവസാനമായി പറയാനുള്ളതാണ്, ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്ത് എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഒരാൾ പുഴയിൽ വീണാൽ ഇത് നൗഷാദ് ഹസനി എന്ന് പറഞ്ഞ ആളാണ്. മൂപ്പരിപ്പൊ പ്രസംഗിക്കാൻ പാടില്ല എന്ന് വിലക്കി. എന്താ കാര്യം എന്നറിയോ? കാന്തപുരത്തിന്റെ അടുത്തുള്ള മുടി ഒറിജിനലാണ് എന്ന് മൂപ്പര് പറഞ്ഞതിന്റെ പേര്. കാന്തപുരത്തിന്റെ അടുത്തുള്ള മുടി ആ റസൂലിന്റെ മുടി തന്നെയാണ് എന്ന് നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. ഇപ്പൊ നൗഷാദിനോട് പറഞ്ഞു, ഇനി പ്രസംഗിക്കാൻ പാടില്ല, നീ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞ് വിലക്കി നിർത്തിയ ആളാണ് മൂപ്പര്. ശരിക്ക് കേട്ടോളൂ, പുഴക്കരയിൽ വെച്ച് തന്നെയാണ്. പുഴയിൽ വീണാൽ ഹയ്യും ഖാദിറും ഹാദിറുമായ ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പെടുന്നു പറയാൻ കഴിയണം. അത് കഴിഞ്ഞിട്ടില്ല. പുഴയിൽ വീണ മൗലവി വിളിച്ചു പറയുകയാണ്, ശിർക്കാരെ നേരിടുന്നെങ്കിൽ ധൈര്യമുണ്ടോ? ഹയ്യും ഖാദിറും ഹാദിറുമായ ഒരു ജിന്നിനെ വിളിച്ചു, ജിന്നേ ശൈത്താനെ ഇഫ്രീത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ
ശിർക്കാന്ന് പറയാൻ ധൈര്യമുള്ള ഒറ്റ കുട്ടി ഇതിലുണ്ടോ? വെല്ലുവിളിക്കുന്നു. എന്തിനാണോ നിങ്ങളെ പറ്റിയത്? ഞങ്ങളെ ചോദ്യ പൊടയിൽ വീണ മൗലവി ഹയ്യും ഖാദിറും ഹാദിറുമായ ഇഫ്രീത്തിനെ വിളിച്ച ശിർക്കാണ് അല്ലേ? എന്ത് പറയാണ്ട്? ഈ ചോദ്യത്തിനാണ് നമ്മൾ മറുപടി കാണേണ്ടത്. ഈ വേദിയിലുണ്ടായിരുന്ന ഒരു മൗലവിയോട് അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ ഈ ചോദ്യം കേട്ടിട്ട് ഞെട്ടിയിട്ട് ചോദിച്ചു, എന്താ മദീനി നിങ്ങൾ ഇത് ശിർക്കാന്ന് പറയാതിരുന്നത്? അപ്പൊ മൂപ്പര മറുപടി, ഞാൻ വീട് പണീന്റെ ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് പറയാൻ മറന്നു ഏതാണ്. പക്ഷേ എനിക്കെന്റെ മുജാഹിദുകളോട് പറയാനുള്ളത്, നമ്മുടെ വീടിന് തീപിടിച്ചു എന്ന വാർത്ത കേട്ട് ആ തീക്കെടുത്താൻ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാൻ കഴിയുമോ എന്ന ചിന്തയാൽ ആ വീട്ടിന്റെ അടുത്തേക്ക് കുതിച്ചോടുമ്പോൾ ആരെങ്കിലും തടഞ്ഞു നിർത്തി ഈ ചോദ്യം ചോദിച്ചാൽ അവന്റെ കൈവിട്ട് മാറ്റി മുസ്ലിയാരെ ആ വിളി ശിർക്കാണ് എന്ന് പറഞ്ഞു മാത്രം ഓട്ടം തുടരുന്നവരാണ് മുജാഹിദുകൾ. ആ മുജാഹിദുകളായി തീരണം, ആ മുജാഹിദുകളായി തീരണം. ആരെങ്കിലും ഈ ആദർശത്തെ തങ്ങളുടെ വാഗ്ദാരണ കൊണ്ട് തടഞ്ഞു നിർത്താമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ, തന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് ജനങ്ങൾ ഉണ്ടാവുക എന്ന വ്യാമോഹത്തിൽ ആരെങ്കിലും പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമുക്കവർക്ക് ആദർശം കൊണ്ട് മറുപടി നൽകണം. അധികാരത്തിന്റെ പ്രശ്നം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്ക് അധികാരമല്ല പ്രശ്നം, നമുക്ക് ആരോപണങ്ങളല്ല, വ്യക്തിപരമായ ആരോപണങ്ങളല്ല. ഇത് പറയുന്നതിന്റെ പേരിൽ ജിന്നിനോടുള്ള സഹായത്വം ശിർക്കാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AP അബ്ദുൽ ഖാദർ മൗലവി മുതൽ ഇങ്ങ് താഴെ MSMന്റെ പ്രവർത്തകന്മാർ വരെ നിരന്തരമായി പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാകുന്നവരുണ്ട്. മാനസികമായി ജോലി രംഗത്ത്, ഉദ്യോഗ രംഗങ്ങളിൽ, സർക്കാർ കാര്യങ്ങളിൽ, പൊതുരംഗത്ത് ഒക്കെ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പകരം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, പകരം ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. ഒരു പരാതി ആരെപ്പറ്റിയും വേണമെങ്കിൽ സർക്കാരിന് എഴുതിയേക്കാം, ഒരു ഊമക്കത്ത് ആർക്കെതിരെയും ആർക്കും അയക്കാം, ഒരു പരാതി ആർക്കെതിരെയും ആർക്കും നൽകാം. പക്ഷേ ഞങ്ങൾ മുജാഹിദുകൾ, നമ്മൾ മുജാഹിദുകൾ ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്ടവരാണ്. ഇതിനേക്കാൾ വലിയ പ്രമാണിമാരെയും, ഇതിനേക്കാൾ വലിയ ജനക്കൂട്ടങ്ങളെയും, ഇതിനേക്കാൾ വലിയ ആ ഗാംഭീര്യമുള്ളവരെയും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഗരിമ കൊണ്ട് നേരിട്ടവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ ഈ ആദർശം മനസ്സിൽ സൂക്ഷിച്ച് നാം മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.